Let me tell you, this video is going to be a reality check. As myself, being a graduate from a government Ayurveda college, ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കും. അതായത് ഒരു 6 വർഷം മുന്നേ ഞാനിത് അറിഞ്ഞിരുന്നു എങ്കിൽ ചിലപ്പോൾ കുറേ അധികം കാര്യങ്ങൾ എനിക്ക് സിമ്പിളായി വന്നേനെ എന്ന് എനിക്ക് തോന്നിയ, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ ഹൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഇപ്പൊ നീറ്റ് കഴിഞ്ഞിട്ട് ഇഫ് യു ആർ പ്ലാനിങ് ഫോർ BAMS, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ പോകാവുള്ളൂ. കാരണം ഇതറിയാണ്ട് അവിടെ ചെന്ന് കഷ്ടപ്പെടുന്ന കുറേ അധികം കുട്ടികളുണ്ട്. അവരെയൊക്കെ നേരിട്ട് കണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാണ്. സോ ഒട്ടും ഡിലേ ഇല്ലാണ്ട് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടോപ്പിക്. ആദ്യം തന്നെ ലെറ്റ് മീ ബി വെരി ഫ്രാങ്ക്, ഒരു 99% ഓഫ് ദ സ്റ്റുഡൻസ് നമ്മൾ നീറ്റ് ടൈമിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുക ഒരു MBBS സീറ്റ്. അതിപ്പോൾ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ഏറ്റവും ഹാപ്പി അല്ലേ? നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ചിലപ്പോൾ പേപ്പർ ടഫ് ആയതുകൊണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ടെൻഷൻ, സ്ട്രെസ്, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ കാരണം ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് റിസൾട്ട് വരണം എന്നില്ല അല്ലേ? അതനുസരിച്ച് തന്നെ റാങ്ക് പോകാം. അപ്പൊ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു കോളേജിൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ, ദേഷ്യം, വിഷമം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കോളേജിലേക്ക് ചെല്ലുക. അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടാവുക എന്താ? ഒരു കമ്പാരിസൺ ആയിരിക്കും അല്ലെ? ആ കമ്പാരിസൺ നാട്ടുകാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അവർക്ക് MBBS കിട്ടിയില്ല, BAMS ജോയിൻ ചെയ്തത്, അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. ആ ഒരു കമ്പാരിസൺ ഉണ്ടാവും. അതിൽ കൂടുതൽ തന്നെ കമ്പാരിസൺ വരാൻ പോണ നമ്മളെ തന്നെ സെൽഫ് ഡൗട്ടും കൂടി ചെയ്യാൻ തുടങ്ങും. അതായത് അയ്യോ എന്തുകൊണ്ട് കിട്ടിയില്ല, പഠിക്കാത്തത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ബാഡ് ലക്ക്, അങ്ങനെ എല്ലാം നമ്മൾ പറഞ്ഞ് നമ്മളെ തന്നെ ഇങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരാറുണ്ട് എല്ലാവർക്കും, ഒരുമാതിരിപ്പെട്ട എല്ലാ കുട്ടികൾക്കും. അപ്പൊ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ അതിന്റെ അകത്തുനിന്ന് ഒന്ന് പുറത്തു വരിക എന്നാണ്. അതായത് നമ്മൾ ഈ ഒരു മെന്റാലിറ്റി കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ. കാരണം നമ്മൾ പുതിയൊരു സ്ട്രീമിലേക്കാണ് പോകുന്നത്, നമുക്ക് കുറെ കാര്യങ്ങൾ അറിയില്ലാത്തൊരു ഫീൽഡിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായി മാറും. അപ്പൊ അത് റെഡിയാക്കാൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാക്കുക, ഒന്ന് കാമാകുക, കമ്പോസ്റ്റ് ആകുക, അണ്ടർസ്റ്റാൻഡ് ഓൾദോ ദ പാത്ത് ഇസ് ഡിഫറെന്റ്, ഇതും ഒരു മെഡിസിൻ തന്നെയാണ്, ഇതിന് അത്ര പ്യൂരിറ്റി ഉണ്ട് എന്ന് നമ്മൾ ആദ്യം ഒന്ന് റിയലൈസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി കുറെ പേർക്കുള്ള ഒരു ഡൗട്ടായിരിക്കും, ഇവിടെ നമ്മൾ എത്ര വർഷത്തെ കോഴ്സാണിത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മളിവിടെ പഠിക്കുക എന്നൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ BAMS എന്താണെന്നൊന്ന് പറയാം. BAMS എന്ന് വെച്ചാൽ ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. അപ്പൊ ഇത് ഒരു 5.5 വർഷത്തിന്റെ കോഴ്സാണ്. MBBS പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. വിത്ത് 1 ഇയർ ഓഫ് കമ്പൽസറി ആയിട്ടുള്ള ഹൗസ് സർജൻസി പീരീഡ് ഉണ്ടാവും. അപ്പോൾ ഗവൺമെന്റ് കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പെയ്ഡ് ഇന്റേൺഷിപ്പും നമുക്ക് കിട്ടും. അതൊരു വർഷമായിരിക്കും. പിന്നെ പേഷ്യൻസിൻ്റെ ആയിട്ടുള്ള എൻകൗണ്ടേഴ്സ് ഒക്കെ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് നല്ല പോലെ ഉണ്ടാവും. ഓൾമോസ്റ്റ് കുറേ അധികം കേസസ് നമുക്ക് കാണാൻ പറ്റും. പല ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് അതിനെ എൻകൗണ്ടർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു പീരീഡ് ആവശ്യം വരുന്നില്ല. ഇനി അടുത്തത് നമുക്ക് അതിന്റെ ഒരു എഡ്യൂക്കേഷണൽ സൈഡിലേക്ക് നമുക്ക് പോവാം അല്ലെ? ആദ്യം തന്നെ പറയട്ടെ, ഈ കോഴ്സിൽ നമ്മൾ 3 പ്രൊഫായിട്ടാണ് ഇപ്പൊ നിലവിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ പ്രൊഫും 1.5 വർഷം വീതം ഉള്ളതാണ്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇയർ കയറുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു ഐഡിയ തരികയാണെങ്കിൽ, നമുക്ക് അനാറ്റമി, ഫിസിയോളജി, പിന്നെ സംസ്കൃത് പഠിക്കാനുണ്ട്. യെസ്, സംസ്കൃത് പഠിക്കാനുണ്ട്, പേടിക്കേണ്ട, അതിനെക്കുറിച്ച് ഞാൻ ബാക്കി വീണ്ടും പറയാം. പിന്നെ ബാക്കി സിദ്ധാന്ത, പദാർത്ഥ വിജ്ഞാനം, അങ്ങനെ കുറച്ച് ടോപ്പിക്. പിന്നെ ബാക്കി അങ്ങോട്ട് മുന്നോട്ടുള്ള വർഷങ്ങളിൽ ക്ലിനിക്കൽ സബ്ജക്ട്സ് ഉണ്ടാവും. അതായത് ഗൈനക്കിന് വേണ്ടി പ്രസൂതി, അങ്ങനെ കുറെ അധികം സബ്ജക്ട്സ് ക്ലിനിക്കൽ ആയിട്ടുള്ളതും വരും. അപ്പൊ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുമ്പോൾ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണം ഒരു എക്സാമ്പിൾ ആയിട്ട് അനാറ്റമിയുടെ കാര്യം തന്നെ പറയാം. അനാറ്റമീൻ്റെ അകത്ത് നമ്മൾ അതിന്റെ ആയുർവേദിക് ആസ്പെക്റ്റും അതേപോലെ തന്നെ അതിന്റെ മോഡേണും പഠിക്കണം. മോഡേണിൻ്റെ അകത്ത് നമുക്ക് ഡിസെക്ഷൻസ് ഉണ്ട്, കെഡാവറിന്റെ ആയിട്ടുള്ള എക്സ്പോഷർ ഉണ്ടാവും. നമുക്ക് ഉച്ചകഴിന് ശേഷം കഴിഞ്ഞിട്ടുള്ളൊരു ആ ഒരു അവേഴ്സ് മൊത്തത്തോളം ഡിസെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പോഷർ ഉണ്ടാവില്ല എന്നുള്ളൊരു പേടി വേണ്ട. നമ്മൾ അതിന്റെ എല്ലാം മസിൽ അറ്റാച്ച്മെന്റ്, ഇൻസേർഷൻ, ഒറിജിൻ എല്ലാം പഠിക്കും. അപ്പോൾ ഇൻ ഡെപ്ത്
ആയിട്ട് പഠിക്കുമോ എന്ന് ചോദിച്ചാൽ അതുണ്ടാവില്ലായിരിക്കും. പക്ഷെ നമുക്ക് അതിനായിട്ടുള്ളൊരു എക്സ്പോഷർ കിട്ടും, നമുക്കത് പഠിക്കാനുള്ളൊരു അവസരവും ഉണ്ട് ഇവിടെ. അതുകൂടാണ്ട് ഇപ്പൊ ഫിസിയോളജി ആണെങ്കിൽ അവിടെയും ആയുർവേദിക് ആസ്പെക്റ്റും അതേപോലെ തന്നെ മോഡേൺ ആയിട്ട് നമ്മൾ അവിടെ മോഡേണിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിസിയോളജി ലാബ് ഉണ്ട്. അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറേ ഇങ്ങനെ ടെസ്റ്റുകൾ, അതായത് നമ്മളിപ്പോൾ നോർമലി ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കുറേ ബ്ലഡ് റൂട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും അറിയാതെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരിക എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് നോളജ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സംസ്കൃതത്തിലേക്ക് പോകാം. സംസ്കൃതം എന്ന് പറയുമ്പോൾ ആസ് എ സ്റ്റുഡൻറ് ഞാൻ ഫസ്റ്റ് ഇയറിൽ കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു. കാരണം എനിക്കറിയില്ലായിരുന്നു ഇത്രയധികം നമുക്ക് സംസ്കൃതത്തിലാണ് പഠിക്കാനുണ്ടാവുക എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഒരു 6 വർഷം മുന്നേ ഇതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തില്ല സത്യം പറഞ്ഞ. അതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞില്ല സംസ്കൃതത്തിനകത്ത് ഉണ്ടാവും. പക്ഷെ അതും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ അതിനകത്ത് നമുക്ക് നല്ല പ്രൊഫസേഴ്സ് അവിടെ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ബേസ് മുതലേ പഠിപ്പിക്കും. അതുകൊണ്ട് അത്ര വലിയൊരു പണിയാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒന്ന് അതിനകത്ത് ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അപ്പം അത് പിന്നെ ത്രൂ ഔട്ട് നമ്മൾ പഠിക്കുക സംസ്കൃതത്തിൽ തന്നെ ആയിരിക്കും. ഇംഗ്ലീഷ് ഉണ്ടാവും, ഹിന്ദിയിൽ നമുക്ക് എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുക്കാം. പക്ഷെ സ്റ്റിൽ മെജോറിറ്റി പോർഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്കൃതത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ. അടുത്തുണ്ടാവുക ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് എക്സ്പോഷർ കിട്ടുന്നുണ്ടോ, ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് കിട്ടുന്നുണ്ടോ എന്നല്ലേ. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഇയർ മുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പേഷ്യൻസ് ആയിട്ടുള്ള എൻകൗണ്ടേഴ്സ് വരുന്നുണ്ട്. അവരുടെ ആയിട്ടുള്ള എങ്ങനെയാണോ കേസ് ടേക്കിംഗ്, ഹിസ്റ്ററി ടേക്കിംഗ് എല്ലാം, അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻസ്, നമ്മൾ എങ്ങനെയാണോ എക്സാമിനേഷൻസ് ഒക്കെ ചെയ്യുക, അതെല്ലാം സെക്കൻഡ് ഇയർ മുതൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പേഷ്യൻസ് ആയിട്ട് നമ്മളെ ഇന്ററാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഓരോരോ എക്സാമിനേഷൻസ് വിത്ത് പെർമിഷൻ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. എല്ലാം അങ്ങനെ ഒരു പേടിയുടെ ആവശ്യം വരില്ല. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് അറിയേണ്ടതായിട്ട് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് രീതിയും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സയൻസ് ആണിത്. അപ്പോൾ അത് ആദ്യം നമുക്കത് കാണുമ്പോൾ, നമ്മൾ 12th വെച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ലിങ്ക് ആവാത്ത പോലെയൊക്കെ തോന്നാം. ഇതെന്താ നമുക്ക് മനസ്സിലാവാത്തയാണോ എന്നൊക്കെ കുറേ ഡൗട്ടൊക്കെ വരും. പക്ഷെ അത് നോർമലാണ്. പിന്നെ ഇങ്ങോട്ട് ഓരോരോ വർഷങ്ങൾ വെച്ച് കഴിയുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കി വരിക. കാരണം അത്ര പ്യുവർ ആയിട്ടുള്ളൊരു സയൻസ് ആണ്. അതിനത്ര എഫേർട്ട് നമ്മൾ എടുത്താൽ മാത്രമാണ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാനും പെർഫെക്റ്റ്ലി അത് മനസ്സിലാക്കി എന്നല്ല. പക്ഷെ അതിനു വേണ്ടി നമ്മൾ കണ്ടിന്യൂസ്ലി എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഇതിനു മുന്നേ എന്താണോ കണ്ടത് അത് വെച്ചിട്ട് ഭയങ്കര ഡിഫറെന്റ്ലി ആണ് നമ്മൾ നമ്മുടെ ബോഡീനെ ഇവിടെ കാണുന്നത്. അപ്പൊ അത് ആ രീതിയിലായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം പോകുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക, അതിന്റെ എന്താ പറയാ പാത്തോജനസിസ് ഒക്കെ അറിയുക എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെന്റ് രീതിയാണ്. പിന്നെ നമ്മൾ അടുത്തത് പറയേണ്ടത്, ഇതിന്റെ കോഴ്സ് ടഫ് ആണോ എന്ന് ചോദിച്ചാൽ കോഴ്സ് ടഫാണ്. ടു ബി ഫ്രാങ്ക്, നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിൽ തന്നെ നമ്മൾ അതിന്റെ ആയുർവേദിക് ആസ്പെക്ട് പഠിക്കുന്നുണ്ട്. ആയുർവേദിക് ആസ്പെക്ട് തന്നെ കുറേ അധികമാണ്, കുറച്ചല്ല, നല്ല പോലെ ഉണ്ട്. അത് കൂടാണ്ട് നമ്മൾ അതിന്റെ മോഡേൺ ആയിട്ടും നമുക്കിത് പഠിക്കേണ്ടി വരും. പക്ഷെ MBBS പോലെ നമ്മളിപ്പോൾ അതിന്റെ ഫാർമക്കോളജിക്കൽ സൈഡ് പഠിക്കുമെന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾ ആ ഡിസീസ് എന്താണോ അതിനെ കുറിച്ചൊരു മോഡേൺ ആയിട്ടുള്ള എങ്ങനെയായിരിക്കും മോഡേൺ ട്രീറ്റ്മെന്റ് നടക്കുക എന്നൊക്കെ നമ്മൾ അതിനകത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ ഓൾ ടുഗെദർ നോക്കുമ്പോൾ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കുട്ടികളിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാക്കുകയും അതിൻ്റെ അകത്ത് നിന്ന് കോപ്പപ്പ് ചെയ്ത് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കുറെ പേർക്ക് പറ്റാതെ വരാറുമുണ്ട്. എസ്പെഷ്യലി പ്രശ്നം വരിക ഈ ഫസ്റ്റ് ഇയറിലെ സംസ്കൃതമാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വെപ്രാളാകും, പിന്നെ അത് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ ഒരു തവണ നമ്മൾ അതിനകത്ത് നിന്ന് വിട്ട് മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് തിരിച്ചു വരാന്ന് വെച്ചാൽ ഭയങ്കര അധികം ഡിഫിക്കൽട്ടാണ്. അപ്പൊ ഇത് തന്നെ എനിക്കും ഉണ്ടായിരുന്നു പ്രശ്നം. അതായത് ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടൈമിലൊക്കെ ഞാൻ കുറച്ചധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനും സംസ്കൃതത്തിൽ അധികം എനിക്ക് അങ്ങനെ ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. അതിൻ്റെ അതിന് പയ്യെ അതിനോടൊരു ഇഷ്ടം ഉണ്ടായി വരികയായിരുന്നു ചെയ്തത്. അതിനോട് കുറച്ചുകൂടെ പഠിച്ച് അതിലേക്ക് കുറച്ചും കൂടെ എഫേർട്ട് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി. നല്ല ആ സബ്ജക്റ്റ് ആണ്, അതിൻ്റെ അകത്ത് കുറച്ച് പ്യൂരിറ്റി ഉണ്ട്,
റിസൾട്ട് കിട്ടും എന്നുള്ളൊരു അഷ്വറൻസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ബാക്കിയെല്ലാം ഒരു കറക്റ്റായിട്ട് ഫോളോ ചെയ്തത്. അപ്പോൾ ഇത് എത്ര പേർക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുന്നവരുണ്ട്, കുറേ പേർക്ക് പറ്റാറുണ്ട്. അതിൽ തന്നെ ഒരു 10% 20% ആൾക്കാര് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആവാറുണ്ട്. അവരതിനകത്ത് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. ഇനി ഇത് എല്ലാവരും എടുക്കണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇതെന്താന്ന് മനസ്സിലാക്കി ഇതിനോട് ഒരു റെസ്പെക്റ്റും ഇതിനോടൊരു ഇഷ്ടവും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം ഇതെടുക്കുക. കാരണം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അതോർത്ത് വിഷമിച്ച് അതിന്റെ റിഗ്രറ്റ് വന്ന്, അല്ലെങ്കിൽ ആ ഒരു സീറ്റ് മറ്റൊരു കുട്ടിക്ക് കിട്ടാവുന്ന ഒരു സീറ്റ് നമ്മൾ അത് കളഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്നതിൽ കാര്യമില്ല, അല്ലെ? നിങ്ങൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനോടൊരു ഇൻട്രസ്റ്റോട് കൂടി നിങ്ങൾ ഇത് വന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ഗോയിങ് ടു ബി എ വണ്ടർഫുൾ സയൻസ്. അത് ഞാൻ അഷ്വർ ചെയ്യാം. കാരണം അത്ര അധികം റിസൾട്ട്സ് തരുന്നത്, അത്രയധികം പേഷ്യൻസ് ഹാപ്പി ആയിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഐ തിങ്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഗുണം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ, സീ യു സൂൺ.